നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തുടരൻ പരാജയങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കളിയിൽ ഒരു ഡീസന്റ് ഫുട്ബോൾ കളിച്ച് ചെന്നൈയിൻ എഫ്സിയെ പരാജയപ്പെടുത്തി വിജയ വഴിയിലേക്ക് എന്ന് തോന്നിച്ച ബ്ലാസ്റ്റേഴ്സ് ഇതാ വീണ്ടും പൊട്ടിയിരിക്കുന്നു. പരാജയത്തിൻ്റെ വഴിയിലേക്ക് തിരികെ പോയിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്ന് എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ഗോവയുടെ ഗോൾ ബോറിസ് സിംഗിൻ്റെ വകയായിരുന്നു. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ 11-ൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ മോശമല്ലാതെ കളിച്ച കോഡു സിംഗിനെയും സന്ദീപിനെയും ഒക്കെ ആദ്യ 11-ൽ നിന്നും മാറ്റി രാഹുൽ കെ പി ആദ്യ 11-ലേക്ക് മടങ്ങിയെത്തി. അങ്ങനെയൊക്കെയുള്ള മാറ്റവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി. തുടക്കഘട്ടത്തിൽ നോഹ് സദോയിലൂടെയും മറ്റുമൊക്കെ ചില ചടുല നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയെങ്കിലും പിന്നീട് എഫ് സി ഗോവ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് പലവട്ടം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖം വിറച്ചു. ഒരു ഘട്ടത്തിൽ ഷോട്ട് പോസ്റ്റിലടിച്ച് പോകുന്ന കാഴ്ച കണ്ടു. എന്നാൽ ഒടുവിൽ ബോറിസ് സിംഗിൻ്റെ ഷോട്ടിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് പന്തെത്തി. സച്ചിനെ തടുക്കാമായിരുന്നൊരു പന്ത് അദ്ദേഹം പക്ഷേ അത്ര മികച്ചൊരു എഫേർട്ട് ഇട്ടു എന്ന സംശയമാണ്. വലയിലേക്ക് കയറുന്ന കാഴ്ച 40-ാമത്തെ മിനിറ്റിൽ എഫ് സി ഗോവ ലീഡ് എടുക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിൽ. രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഗോവയുടെ ഭാഗത്ത് നിന്ന് കൗണ്ടർ അറ്റാക്കുകളും മോശമല്ലാത്ത രൂപത്തിൽ വന്നുകൊണ്ടിരുന്നു. റോക്ക് സോളിഡായിട്ട് ഗോവയുടെ ഡിഫൻസ് മാറുന്നു. ബ്ലാസ്റ്റേഴ്സ് അപ്പോഴും അവസാന ഘട്ടത്തിൽ പോലും ശ്രമങ്ങൾ നടത്തുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. നിരാശയായിരുന്നു ഫലം. ഒരു ഘട്ടത്തിൽ അവസാന സമയത്ത് അഡ്രിയാൻ ലൂണ ഇങ്ങനെ നിലം പറ്റി കിടന്നുകൊണ്ട് കൊടുത്ത ഒരു ബോൾ, അത് സന്ദീപ് അടിച്ചത് കംപ്ലീറ്റ്ലി ഓഫ് ടാർഗറ്റായി പോയി. ബ്ലാസ്റ്റേഴ്സിന് വലിയ നിരാശ. അതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ആ അവസാന ഘട്ടത്തിൽ കണ്ടത്. എന്തായാലും ഒടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റുകൊണ്ട് കെബി എഫ് സി ഇപ്പോൾ 10 കളികളിൽ നിന്ന് വെറും 11 പോയിൻറ്റുമായിട്ട് 9-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എഫ് സി ഗോവ 9 കളികളിൽ നിന്ന് 15 പോയിൻറ്റുമായിട്ട് 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.